ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. അരമണിക്കിലുക്കി ഉറഞ്ഞു തുള്ളുന്ന ചെഞ്ചേലയുടുത്ത കുരുമ്പക്കാവിൽ ആയിരങ്ങൾ അശ്വതിക്കാവ് തീണ്ടി. ഭക്തിയുടെ നിറം ചോര ചുവപ്പാണെന്ന് വീണ്ടും വീണ്ടും പള്ളിവാളാൽ എഴുതി ചേർത്ത അശ്വതി നാളിൽ കുരുമ്പക്കാവ് വീണ്ടും യുദ്ധക്കളമായി. മനസ്സിലെ മുറിവുണക്കുന്ന വിശ്വാസം കണക്കെ തിരുനെറ്റിയിലെ ചുടുചോരയിൽ അനുഗ്രഹമായി വന്നു ചൊരിയുന്ന മഞ്ഞൾ പൊടിയുടെ ഗന്ധം. കലിയുടെ മൂർധന്യത്തിൽ സ്വയം സമർപ്പിച്ച് അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടി കോമരങ്ങൾ. പാടിയിട്ടും പാടിയിട്ടും തീരാത്ത ആവേശതാളവുമായി ഭക്തസഹസ്രങ്ങൾ. ഐതിഹ്യങ്ങൾ, ആചാരങ്ങൾ അലകടലിളകും കണക്കെ ഇരമ്പിയുണർന്നു കുരുമ്പക്കാവ്. കാലം എത്ര കഴിഞ്ഞാലും കുറയാത്ത ആവേശത്തിന്റെ ചിലമ്പൊലി ഉയർത്തി കാവ് തീണ്ടാൻ എത്തിയവർ ഒന്നല്ല, 1000മല്ല. കോട്ടയിൽ കോവിലകത്ത് നിന്നും വലിയ തമ്പുരാൻ പല്ലക്കിൽ എഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. മുഴുവൻ പതിവ് പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിൽ ഒഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദന ചാർത്ത് പൂജ തുടങ്ങി. കുന്നത്ത് മഠം, നീലത്ത് മഠം, മഠത്തിൽ മഠം എന്നീ 3 കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധി പ്രകാരമുള്ള പൂജ നിർവഹിച്ചത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ് ദേവിക്ക് വൈദ്യനായ പാലയ്ക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദന ചാർത്ത് എന്നാണ് വിശ്വാസം. 7.5 നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിൻ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാത്ത കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്ദന ചാർത്ത് പൂർത്തിയായി. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. ഈ സമയം അത്രയും ക്ഷേത്രാങ്കണത്തിലെ അവകാശത്തറകളിൽ ആയിരങ്ങൾ അടക്കിപ്പിടിച്ച ആവേശവുമായി കാത്തുനിൽപ്പായിരുന്നു. സൂചി കുത്താൻ ഇടമില്ലാത്ത വിധം കാവും പരിസരവും തിങ്ങി നിറഞ്ഞ ഭക്തസഹസ്രങ്ങൾ അലയടിക്കാൻ വെമ്പുന്ന ആഴിയെ ഓർമ്മപ്പെടുത്തി. ഒരു നിമിഷം കുരുമ്പക്കാവിലെ ആരവത്തിനു മീതെ നിശബ്ദത പെയ്തിറങ്ങി. ആ നിമിഷത്തിൽ വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയ്മപ്പെട്ട് കുട ഉയർത്തി. അതേ നിമിഷത്തിൽ തന്നെ പാലയ്ക്കവേലൻ ദേവിദാസൻ ആദ്യം കാവു തേടി. നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കുരുമ്പക്കാവിനെ വലം വെച്ചു. 3 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണി നാളായ ഞായറാഴ്ച ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണി ആഘോഷം സമാപിക്കും. MIC ഇംഗ്ലീഷ് സ്കൂൾ കയ്പമംഗലം. മൂല്യാധിഷ്ഠിതമായ സമൂഹത്തിന് ഉപകരിക്കുന്ന ധാർമ്മിക ബോധമുള്ള തലമുറയെ വാർത്തെടുക്കുക എന്ന മഹത്തായ ആശയം വിജയകരമായി പിന്തുടരുന്ന MIC ഇംഗ്ലീഷ് സ്കൂൾ അടുത്ത അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. എക്സ്പെർട്ട് ഫാക്കൽറ്റി, സ്മാർട്ട് ക്ലാസ് റൂംസ് വിത്ത് ലൈബ്രറി, ലൈവ് ഓൺലൈൻ ക്ലാസ്, AI ട്രെയിനിംഗ് സെക്ഷൻ, ഇൻഡിവിജ്വൽ കെയർ, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ലാബ്, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കരാട്ടെ, സ്വിമ്മിംഗ്, ഫുട്ബോൾ, ആർട്സ് ആൻഡ് സ്പോർട്സ് കോമ്പറ്റീഷൻ, എക്സ്ക്ലൂസീവ് പ്രീ LKG. കുട്ടികളുടെ ഉല്ലാസത്തിനായി ഇൻഡോർ പ്ലേ ഏരിയ. അഡ്മിഷൻ ഓപ്പൺ LKG to 8th സ്റ്റാൻഡേർഡ്. കുട്ടികളിൽ ഇസ്ലാമിക ശീലങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി ആൽബിർ ആൻഡ് വണ്ടർ ലാബ് പാഠ്യ പദ്ധതി. ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി അവൈലബിൾ. കുറഞ്ഞ ഫീസിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമാണ് ലക്ഷ്യമെങ്കിൽ MIC തന്നെ ബെസ്റ്റ് ഓപ്ഷൻ. ലേൺ, പ്ലേ, ഗ്രോ വിത്ത് MIC ഇംഗ്ലീഷ് സ്കൂൾ. കയ്പമംഗലം, 3 പീടിക.